ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പോകുന്നത് UAEയിലെ ഒരു പ്രൈവറ്റ് സൂവിലാണ്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ആനിമൽസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണണം. ഫുൾ കോമഡിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രുക്കു, ടേസ്റ്റ് ഫാക്ടർ ബൈ കേരള കസിൻസ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉമ്മൽ കൊയാമിനിലെ പുതിയ സൂവിലാണ്. അടിപൊളി പ്ലേസ് ആണ്. കുട്ടികൾക്കും വലിയവർക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇനി കാണാം. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് അഡൾട്ട്സിനും കിഡ്സിനും 25 ദിറംസ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൽ ഒരാളെ കാണാൻ കഴിയും. വെള്ളപ്പുലിയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. നേരത്തെ ഇത് ചെറുതായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിനൊക്കെ തൊടാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ച് വലുതായപ്പോൾ അതിനൊന്നും ഇപ്പോൾ പറ്റില്ല. ഒച്ചോ ഒച്ചോ ഇനി താഴെ ഇറങ്ങും കേട്ടോ. അത് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറി. അവിടെ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ട്, ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ താഴെ ഇറങ്ങി ഇവിടെ വന്ന് നമ്മളെ വീഡിയോയ്ക്ക് കറക്റ്റ് പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു മിസ്റ്റർ മങ്കി നിൽപ്പുണ്ട്. നമ്മളായിട്ടൊക്കെ നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ഹായ് മങ്കി, ഹൗ ആർ യു, ഹൗ ഓൾഡ് ആർ യു? ഈ ചിമ്പൻസിയാണ് ഇവിടുത്തെ മെയിൻ താരം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഇവൻ്റെ ഒരുപാട് കുസൃതികളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതൊരു പ്രൈവറ്റ് സൂ ആയതുകൊണ്ട് ഇതുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ നമ്മളെ അനുവദിക്കുന്നതാണ്. പേടിച്ചു കഴിഞ്ഞു. അവള് നിൽക്കട്ടെ. അങ്കിളിൻ്റെ അടുത്ത് നിന്നില്ല. തിരിച്ചു ബോട്ടിൽ അവിടെ കിടന്ന് എടുത്തിട്ട് മണപ്പിച്ചു. ഷേക്കൻഡ് ആദ്യം തൊടുന്ന മതി. ഷേക്കൻഡ് 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 പിടി. ഷേക്കൻഡ് നമ്മൾ ശരിക്കും നമ്മുടെ മനുഷ്യരുടെ കയ്യിൽ പിടിക്കുന്ന അതേപോലെ ഫീലാണ്. നഖമൊക്കെ കണ്ട അതേപോലെ തന്നെ പിടിക്കാം. അയ്യോ എൻ്റെ ബ്രേസ്ലെറ്റ്. അയ്യോ അയ്യോ അയ്യോ, എന്നെ ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് കിട്ടും. അടിപൊളി. അയ്യോ വേസ്റ്റ്. അതൊക്കെ പോട്ട് വാ പോവാ. ഹായ്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. ഇതെവിടെ കൊണ്ടുപോകണം? ആഹാ, അയ്യോ ഇതിന് പുതിയ സ്ഥലങ്ങളൊക്കെ അറിയാം. ഇവിടെ കൊണ്ടുവച്ച് അയ്യോ ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കേണ്ട സ്ഥലമൊക്കെ കാണിച്ചെന്ന് ഇരുത്തി. ഇവിടെ ജ്യൂസാന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ്. പുറത്ത് നല്ല ചൂടുണ്ട്.
നല്ല ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഇണക്കമുണ്ട്, ഒന്നും പേടിക്കണ്ട. അയ്യോ, ഇനി എന്താണ്, ഇനി ഇങ്ങോട്ട് പോവാ? വെള്ളം ദാഹിക്കുന്നു എന്താ പാവം. ഇനി ഇതിന്റെ മുകളിൽ കൂടി കയറാൻ പറ്റുമോ? തോന്നുന്നത് AC ഒക്കെ എന്തോ ആണ്. പിന്നെ തിരിച്ചു പോവാ. അവിടെയൊന്നും നമുക്ക് കയറാൻ പറ്റൂലല്ലോ. അതിന്റെ മുകളിലോട്ടൊക്കെ കയറി എങ്ങോട്ടോ പോയി. നമ്മളെ കൊണ്ടുപോയ ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, ജ്യൂസ് കുടിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവുള്ളൂ. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഇതാണ് നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേബി തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? അയ്യോ, എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്, ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും മാന്തം പിച്ചു ചെന്ന് കീറും. എന്നെ വിട. അയ്യോ, എവിടെ അസുഖം. ഇതാണ് അതിൻ്റെ സ്ഥലം, റെസ്റ്റ് എടുക്കുന്ന സ്ഥലം അതാണ്. ഓ, നിന്നെ ഇഷ്ടപ്പെട്ടടാ. അയ്യോ, അത് അടിപൊളി. നിന്റെ പുതിയ ഫ്രണ്ട്. ഓ, നിന്നെ അവിടെ നിന്റെ അടുത്ത് കളിക്കാൻ. അയ്യോ, അടുത്ത് നമ്മൾ എത്തിപ്പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലാണ്. അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുറുക്കനെ പോലെയൊക്കെ ഉണ്ട് കണ്ടാൽ. അങ്ങനെ ഒരു ആനിമൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുമില്ല. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. രണ്ടുപേരുണ്ട്, ഒരാൾ വെള്ളം കുടിക്കുന്നുണ്ട്. ഹലോ, പുറത്ത് നല്ല ചൂടുണ്ട്, അതാ ഒരു പ്രശ്നം. നല്ല വെയിലും നല്ല ചൂടാണ്, ഫോണെല്ലാം ഓഫായി പോവുകയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോർ പോലെ സ്നാക്സ്, ജ്യൂസ്, വെള്ളത്തിനൊക്കെ ചെറിയൊരു കഫ്റ്റീരിയ പോലെ ഉണ്ട്. ഇവിടെ അതിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, എന്തോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞത് പുതിയ സൂ ആണ്, അപ്പോൾ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അക്വേറിയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പണി നടക്കുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ആയി വരുമ്പോൾ ഒരു അടിപൊളി സ്ഥലമായിട്ട് വരും. മരം പോലെയൊക്കെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 കുതിരയുണ്ട്, അതിൻ്റെ അടുത്ത് പോവാം. ആദ്യം ആരെയും പേടിയൊന്നുമില്ല. രണ്ട് കുതിരകൾ അവർ പുല്ലൊക്കെ കഴിക്കാനായിട്ട് അവരെ പുറത്തിറക്കിയ സമയമാണ്. ഇവിടെ തൊട്ടാലൊന്നും ഒന്നും ചെയ്യൂല, പാവം. ആദിക്ക് ഇഷ്ടപ്പെട്ട? ആദിക്ക് ഇതുപോലുള്ള സംഗതികളൊക്കെയാണ് ഇഷ്ടം. നല്ല സോഫ്റ്റ് അല്ലേ, ആടിനെയൊക്കെ പോലുണ്ട്.
ഒരാളവിടെ വിളിക്കും, നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ആളെ വെളിയിൽ ഇറക്കിയിട്ടില്ല. വിശന്നിട്ടാണോ എന്തോ വിളിക്കുന്നത്. ഹലോ, കുറച്ച് ദേഷ്യം ഉണ്ടെന്നോ. ഏരിയ ഇവിടെ ഫുള്ള് പുലികളും സിംഹങ്ങളുമാണ്. അവിടെ ഒരു കറുത്ത പുലി അതിനുള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ സിംഹത്തിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒന്നും അറിയാത്ത ഭയങ്കര ഉറക്കം. ഇവിടെയുണ്ട് രണ്ടുപേര്. ഇത് നോക്കാതെ ഇത് കണ്ട, എല്ലാരും ഉറക്ക സമയം ഇതാണ്. ഇവിടെയൊക്കെ 2 സ്ഥലത്തും ടൈഗറാണ്. ഇവിടെ 3-4 പേരുണ്ട്, ഇവിടെ 2 ആൾക്കാർ. ഈ സെക്ഷൻ മൊത്തം അതാണെന്ന് തോന്നുന്നു. ടൈഗർ, ലയണ്. ഇവിടെ ഒരാൾ മാത്രം ഉണർന്നിരിപ്പുണ്ട്. ദേഷ്യം വന്നിട്ട് നമ്മൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ. വായൊക്കെ തുറന്നിരിക്കുന്നു. പല്ല് നോക്ക്. ദേഷ്യത്തിലാണ്. നോക്കാതെ എൻ്റെ പല്ല് ഇത്ര ഷാർപ്പായിട്ടിരിക്കുന്നു. അടുത്തപ്പുറത്ത് എന്തോന്ന്. ഇവിടെ ഇതുവരെ ഉള്ളൂ. അത് അവരെ കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ച് ആടുകളെയാണ് വെച്ചിരിക്കുന്നത്. ആട്, അവിടെ കോഴിയില്ലേ. വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ പുറത്തോട്ടൊക്കെ ഇറങ്ങി നല്ല ആക്റ്റീവായിരുന്നേനെ. ഇപ്പോൾ ഈ ചൂട്, വെയിൽ ഇതൊക്കെ കൊണ്ട് എല്ലാവരും അകത്ത് കയറി ഇരുന്നിട്ട് ഉറക്കവും അങ്ങനെയൊക്കെയാണ്. ഡെവലപ്പായിട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി പ്ലേസായിട്ട് മാറും, അത് ഉറപ്പാണ്. ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പല ഇതും കണ്ടിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് തിരക്കെല്ലാം മാറിയിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. അവിടെ സിംഹത്തിൻ്റെ എന്തോ കേജ് പോലെയാണ് ചെയ്യുന്നത്. കാരണം സിംഹത്തിൻ്റെ ഇതൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ മിക്കവാറും ബേർഡ്സിൻ്റെ എന്തോ ചെയ്യാനാണ് പ്ലാന്. നമുക്ക് ഇനി ഒരിക്കൽ കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുൾ കാഴ്ചകളുമായിട്ട് വേറൊരു എപ്പിസോഡിൽ വരും. ഇവിടെ നേരത്തെ സ്നേക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തോ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ഇനി ഇന്ന് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. പോകുന്നതിന് മുന്നേ കൊണ്ടുവരികയാണെങ്കിൽ കാണാം. അവിടെ ആമയുണ്ട്, 2 ആമയുണ്ട്. അവിടെ കറുത്ത അരയന്നമാണ്. നോർമലി നമ്മൾ വെള്ളയല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പോവാനായിട്ട് പോവാട്ടാ. അവസാനം കാട്ടുപോത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഇനി അവിടെ തത്തയും കൂടിയുണ്ട്. ഇനി അതിനെയും കൂടെ കണ്ടിട്ട് പോവാം.
ഇത് നോക്ക് അല്ലേ ചാരി ഇങ്ങോട്ട് മാറിയില്ല അവ എടുക്കട്ടെ നമുക്ക് ഇവിടെ നിൽക്കാം ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൈ വയ്ക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ കയറും തത്തമ്മേ തത്തമ്മേ തത്തമ്മ ചാരുവിൻ്റെ ഇതിലോ പേടിയാവണം ആ ചാരുവിന് പേടി പിന്നെ ചാരുവിൻ്റെ കൊടുക്കണ്ട നോക്കിയാ മതി പിന്നെ നോക്ക് അയ്യോ ഇതെവിടെ പോണ് അയ്യോ അയ്യോ അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നേരത്തെ ചിമ്പൻസി ഇങ്ങനെയാണ് ആദ്യം നല്ല രീതിയിൽ നിന്നിട്ട് അവസാനം അയ്യോ നല്ല ഇക്കിളിയാവണ് മസാജ് ഹെയർ മസാജ് ഇതിനുള്ളിൽ നമുക്ക് കയറാം ഇവിടെ ഒരുപാട് തത്തയുണ്ട് കോഴി പ്രാവ് വേഴാമ്പലുണ്ട് ഒരു ചെറിയ ആമ കണ്ട ഇതിൻ്റെ വലിയ സൈസാണ് നമ്മൾ അവിടെ കണ്ടത് വാവ് ഇതിനൊന്നും ഞാൻ ടച്ച് ചെയ്തിട്ടേ ഇല്ല ആദിക്ക് ഇതിനൊന്നും പേടിയില്ല ആദി ആ ഇങ്ങനെയാണ് വയ്ക്കുക ആണോ ആമയാണോ കൈ നീട്ട് ഇങ്ങനെ കൈ നീട്ട് ഇല്ല കടിക്കൂല ചാരു വെച്ചിരട്ടാ വേണ്ടേ ചാരുവിനെല്ലാം ഇങ്ങനെ പറയുമെങ്കിലും പേടിയാണ് അവസാനം മുകളിൽ ഇഷ്ടം പോലെ നോക്ക് ചാരു എന്തുമാത്രം പാരറ്റ് പേടിയാവണ നിക്ക് അവരൊന്നും ചെയ്യൂല ചാരു ഇതിനെ താഴെ ആക്കി കൊടുക്കട്ടെ ചാരു ഇറങ്ങും ആദി അല്ല ചാരുവിന് കുട്ടത്തിപ്രാവിനാണോ കുട്ടത്തിപ്രാവ് കുട്ടത്തി ചാരു എപ്പോഴും നോക്കണം കുട്ടത്തി ഇവിടെ വന്ന് എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും മതിയാ അയ്യോ കരടി ചീറ്റയുണ്ട് ഒരു പുലിയുണ്ട് ക്ഷീണിച്ച് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണാം അതുവരെയും ബൈ